ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് സൗദി ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സൗദി ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുരു കളഞ്ഞതിന് ശേഷം ചൂടുള്ള പാലൊഴിച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. ഇതിപ്പോൾ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയാം. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ട് ഇതിൻ്റെ കുരു പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ഈത്തപ്പഴത്തിൻ്റെയും കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കൂടുതലായിട്ട് വേണ്ടി വരില്ല കേട്ടോ, കാരണം ഡേറ്റ്സ് അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതലായിട്ട് പഞ്ചസാര വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ഐസാക്കി എടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ ഇതാ ഫ്രീസറിൽ വെച്ച് ഇതുപോലെ ഒന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജാർ അടിച്ച് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ വേണമെങ്കിൽ അല്പം നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിസ്താഷ്യൂ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൗദി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്